So, financial accounting in the next part basic terms of accounting like okay. So let's start our new class. Today we are going to discuss about the basic terms related to accounting or basic terms used in accounting for recording, classification and summarizing and interpretation of this monetary transaction. Okay. അതായത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ പറ്റി കൃത്യമായി പഠിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം വാക്കുകളെ പറ്റി പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ബിസിനസ് ലോ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വാക്കുകളുടെ പുതുതായി പഠിക്കേണ്ടി വരുന്നു. ഓക്കെ, ആ ഓരോ വാക്കുകൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് ലോയിൽ ഡാമേജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തകർന്നു പോവുക അല്ലെങ്കിൽ അതിന് പരിക്കുകൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നെല്ലാം നമ്മൾ പറയുന്ന പോലെ ഡാമേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇൻ ബിസിനസ് ലോ ഡാമേജ് മീൻസ് കോമ്പൻസേഷൻ. ഓക്കെ, ഡാമേജിന്റെ ബിസിനസ് ലോയുടെ അർത്ഥം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ നഷ്ട പരിഹാരമാണ്. ഓക്കെ, അപ്പോൾ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ടേംസ് നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടേംസ് നമ്മൾ പഠിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം നമുക്കറിയാം, അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ് അല്ലേ. അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് which are measured in terms of money are known as business transaction or financial transaction അല്ലേ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ, അക്കൗണ്ടൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, കൃത്യമായ ഒരു റെക്കോർഡ് നമുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് ടേംസ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ ബിഫോർ യു പ്രൊസീഡ് ദി ടെക്നിക്സ് ഓഫ് റെക്കോർഡിംഗ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഇന്ന് നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം അതിനെ നമ്മൾ എക്സാമ്പിളായി എടുക്കാനാണ് പോകുന്നത്. ഓക്കെ, മെൻ, മണി, മെറ്റീരിയൽ ആൻഡ് മെഷീനറി money, material and machineries are required to start a business. ഓക്കെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പ്രധാനമായി വേണ്ടുന്ന 4 വിഭവങ്ങൾ അല്ലെങ്കിൽ 4 റിസോഴ്സസ് ആണ് 4Ms എന്നറിയപ്പെടുന്ന മെൻ, മണി, മെറ്റീരിയൽ ആൻഡ് മെഷീനറി. മനുഷ്യൻ, അതുപോലെ തന്നെ പണം, അതുപോലെ തന്നെ വസ്തുക്കൾ, അതുപോലെ തന്നെ യന്ത്രങ്ങൾ. ഓക്കെ, മെഷീനറി. ഓക്കെ, ഇതിന് ഓരോന്നിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഇവിടെ മനുഷ്യൻ എന്തിനാണ് ഒരു ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബാക്കി 3 റിസോഴ്സിന്റെ പ്രത്യേകത, ദീസ് ആർ നോൺ ഹ്യൂമൻ റിസോഴ്സ്. മനുഷ്യനല്ലാത്ത മറ്റു വിഭവങ്ങളെയാണ് എന്താ പറയുക, നോൺ ഹ്യൂമൻ റിസോഴ്സ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, ഈ 3 ഘടകങ്ങളുടെ പ്രത്യേകത, ഇതിനൊരിക്കലും സ്വയം എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല. പൈസ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്, അതിന് പക്ഷെ സ്വയം എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അവിടെ മനുഷ്യരാണ് അതിനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ, അതിന് സ്വയം എന്താകാൻ പറ്റില്ല, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയും ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യകതയുണ്ട്. സോ ഹ്യൂമൻ റിസോഴ്സ് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ദീസ് 3 നോൺ ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ആണ് നോൺ ഹ്യൂമൻ റിസോഴ്സിനെ
കോർഡിനേറ്റ് ചെയ്യുന്നത് അഥവാ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബിസിനസ്സിന് ഇതിന്റെ പ്രവർത്തനം സ്മൂത്ത്ഫുള്ളായി നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ മെഷീനറി എന്ന് പറയുന്ന റിസോഴ്സസ്, അതിൻ്റെ പ്രത്യേകതകൾ, ഓക്കെ, അതിന് എന്താണ് ആ ബിസിനസ്സിൽ പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെഷീനറിയുടെ എന്തിനാണ് മെഷീനറി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന് ശേഷം ഇവിടെ എന്താണ് വ്യവസായവൽക്കരണം നമുക്കറിയാം അല്ലെ. പണ്ട് സാധനങ്ങൾ കൈകൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്, പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് എങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം, ഓക്കെ, വ്യവസായവൽക്കരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? കൈകൾ കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി യന്ത്രവൽകൃതമായി അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നത്. ഇപ്പോൾ ഇവിടെ മെഷീനറി ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഇത് നമുക്കറിയാം, അസംസ്കൃത വസ്തുവിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു റിസോഴ്സാണ് ഇത് മെഷീനറി എന്ന് പറയുന്നത്. ഇതാണ് മെഷീനറിയുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, മെഷീനറി ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് ഓൾസോ മെഷീനറി ഹെൽപ്സ് ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ഓക്കെ, ചെറിയ സമയം കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ സാധിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിപ്പോ മെഷീനറി ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു വാക്ക് പഠിക്കാനാണ് പോകുന്നത്. ഓക്കെ, മെഷീനറിയുടെ പ്രത്യേകതകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ABC traders purchase a machinery worth rupees 60,000. ഓക്കെ, ABC ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം 60,000 വില മതിക്കുന്ന ഒരു മെഷീനറി എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു ഫോർ പ്രൊഡക്ഷൻ പേർപ്പസ്. ഓക്കെ, അവരുടെ പ്രൊഡക്ഷൻ ഉൽപാദനം കൃത്യമായി നടക്കാൻ വേണ്ടിയാണ് ഈ മെഷീനറി അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, മെഷീനറി നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും നമ്മളിപ്പോൾ പഠിച്ചത് 4 M's എന്നറിയപ്പെടുന്ന മെൻ, മണി, മെറ്റീരിയൽ ആൻഡ് മെഷീനറി എന്നാണ്. ദീസ് ആർ ദ റിസോഴ്സസ് നീഡഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാ? മെഷീനറി ഈസ് എ റിസോഴ്സസ് അല്ലെ, മെഷീനറി ഈസ് എ റിസോഴ്സ്. ഓക്കെ, റിസോഴ്സസ് അല്ല, റിസോഴ്സ്. മെഷീനറി ഈസ് എ റിസോഴ്സ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് മെഷീനറി എന്ന് പറയുന്നത് വിഭവമാണ്. ചില ആളുകൾ എന്ത് പറയും? മെഷീനറി റിസോഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മെഷീനറി ഈസ് എ പ്രോപ്പർട്ടി. ഓക്കെ, പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ചില ആളുകൾ പറയും മെഷീനറി ഈസ് എ വാല്യുബിൾ തിങ് അല്ലേ. ഈ രീതിയിലൊക്കെ നമുക്ക് മെഷീനറിനെ പറയാം. മെഷീനറി ഒരു റിസോഴ്സ് ആയിട്ട് നമുക്ക് കാണാം, മെഷീനറി ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണാം, മെഷീനറി ഒരു വാല്യുബിൾ തിങ് ആയി നമുക്ക് കാണാം അല്ലെ. വിലമതിക്കുന്ന ഒരു വസ്തുവായും നമുക്ക് മെഷീനറിയെ കാണാം. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വിലമതിക്കുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞത്? നിങ്ങൾ നോക്കുക, ആ 60,000 രൂപ കൊടുത്ത് ഈ സ്ഥാപനം ഒരു മെഷീനറി വാങ്ങുക എന്ന് പറയുമ്പോൾ ആ പൈസ എവിടെയും പോകുന്നില്ല. കാരണം ആ പൈസക്ക് അതേ വാല്യൂ ഉള്ള ഒരു മെഷീനറി ആ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ആ 60,000 ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ മെഷീനറിയിൽ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ പൈസ എവിടെയും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെഷീനറി വാല്യൂബിൾ ആണ്. അത് നമുക്ക് മറിച്ച് വിറ്റാലും മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് മറിച്ച് വിറ്റാലും പൈസ കിട്ടും. സോ മെഷീനറി ഈസ് എ വാല്യൂബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ വാല്യൂബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യൂബിൾ തിങ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മെഷീനറി വാല്യൂബിൾ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ
അക്കൗണ്ടിങ് ബുക്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. മെഷീനറി വാല്യുബിൾ ആണ്, എന്നാൽ മെഷീനറി വാങ്ങുന്നതും മെഷീനറി വിൽക്കുന്നതും നമുക്ക് അക്കൗണ്ടിങ് ബുക്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് നമ്മൾ ഇനി നേരിടാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ട്രാൻസാക്ഷൻ വിച്ച് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. അതായത് ട്രാൻസാക്ഷൻ ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണോ പണമോ പണത്തിൻ്റെ ആ ഒരു ഗുണവും കാണിക്കുന്ന അല്ലെ പണമാവാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മളൊരു മെഷീനറി വാങ്ങും. ഇപ്പൊ ഈ എക്സാമ്പിൾസ് എടുക്കുക, ABC ട്രേഡേഴ്സ് പർച്ചേസ് എ മെഷീനറി വർത്ത് ₹60,000 എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. ഇവിടെ മെഷീനറിയുടെ വാല്യൂ ഇത്രയാണ് എന്ന് നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ബി measured, it can be measured in terms of money. Okay, first പറഞ്ഞു machinery is a valuable resource or valuable property owned by the business. രണ്ടാമത് പറഞ്ഞു it can be measured in terms of money. രണ്ട് പ്രത്യേകതയായി. ഒന്നാമത്തത് machinery is a valuable resource owned by the business. ബിസിനസ് പിന്നെ കൈവശം വെച്ചിരിക്കുന്ന അല്ലെ ബിസിനസ്സിൽ ഓണർഷിപ്പ് ഉള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ് മെഷീനറി അല്ലെ വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന് പറയാം, അല്ലെ വാല്യുബിൾ തിങ് എന്നും പറയാം. അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മെഷീനറി പർച്ചേസ് ചെയ്താലും മെഷീനറി സെയിൽ ചെയ്താലും ഇത് അക്കൗണ്ടിങ് ബുക്സിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഇത് ഏത് ടേമുമായി ബന്ധപ്പെട്ടാണ് ലാസ്റ്റ് പറയാം. ആദ്യം ഇതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കുക. ഇപ്പൊ നമ്മളൊരു മെഷീനറി പൈസ കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഒരു ബിസിനസിന്റെ ഓണർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 60,000 രൂപ അല്ലെ 60,000 രൂപ മുടക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 60,000 രൂപ പോയി. അതിനുശേഷം ഈ മെഷീനറി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഉപയോഗിക്കാതെ ഒരു ഒരു സൈഡിൽ മാറ്റി വെക്കുകയല്ല ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രവർത്തിപ്പിക്കുന്നു അല്ലെ. ആ പ്രവർത്തനമാണ് ഇത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഉൽപാദനം. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തുണ്ടാവുന്നു, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ആ മെഷീനറി ഉപയോഗിച്ച് ആ മെഷീനറിയിലേക്ക് റോ മെറ്റീരിയൽസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ റോ മെറ്റീരിയൽ എന്താവുന്നു, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറുന്നു. ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്തതിനു ശേഷം ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇങ്ങനെ ചാക്രികമായി ഈ സൈക്ലിക്കലി ആ ക്യാഷ്, ആ ഇറക്കിയ ക്യാഷ് തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. മീൻസ് ഈ മെഷീനറിയുടെ പ്രത്യേകത, ഈ മെഷീനറിക്ക് ആ ബിസിനസ്സിന് ഭാവിയിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മെഷീനറി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുകയല്ല ചെയ്യുന്നത്, അത് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീൻസ് മെഷീനറി പ്രൊവൈഡ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ടു ദി ബിസിനസ്. മീൻസ് അതായത് ഒരു മെഷീനറി പർച്ചേസ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഭാവിയിൽ സാമ്പത്തിക നേട്ടം ആ സ്ഥാപനത്തിന് ഉണ്ടാവും. അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകത which provide future economic benefit, which provide future economic benefit to the business. Okay, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. Machinery is a resource owned or valuable resource owned by the business, and second one, it can be measured in terms of money. മൂന്നാമത്തത് which provide future economic benefit to the business. അപ്പോൾ ഈ മൂന്ന് പ്രത്യേകതയുമുള്ള ഏതോ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഒരു ബിസിനസ് കൈവശപ്പെടുത്തിയിരിക്കുന്ന വാല്യബിൾ ആയിട്ടുള്ള
മെഷർ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്തറിയപ്പെടുക, അല്ലെങ്കിൽ റിസോഴ്സിനെയാണ് എന്തറിയപ്പെടുക, ആസെറ്റ്സ്. ഓക്കെ, ആസ്തികൾ അഥവാ അസറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള അസറ്റ്സ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ, നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രത്യേകതയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളൊരു 10,000 രൂപ കൊടുത്തൊരു ഫർണിച്ചർ വാങ്ങിയാൽ നമുക്കറിയാം ഇറ്റ്സ് എ വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി പോസിബിൾ ടു മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, നമുക്കതിനെ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ 10,000 രൂപ കൊടുത്തിട്ടാണ് അത് വാങ്ങിയതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ദെൻ വിച്ച് പ്രൊവൈഡ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്, അത് നമുക്ക് ഭാവിയിൽ നേട്ടം ഉണ്ടാക്കുന്നത്. നമ്മൾ വെറുതെ അത് യൂസ് ചെയ്യാതെ വെറുതെ വെക്കുകയല്ലേ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് അസറ്റ്സ് ഉണ്ട്. നമ്മളെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പോൾ ബെഞ്ച്, ഡെസ്ക്, അത് വാല്യുബിൾ ആണ് ഒരു കോളേജിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അതിനെത്രയാണ് മൂല്യം എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ഭാവിയിൽ ഒരുപാട് നേട്ടം ആ കോളേജിന് ഉണ്ടാകുന്നു. ഇത്തരത്തിൽ നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അസറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് വാല്യുബിൾ ആയിട്ടുള്ള മിക്കവാറും റിസോഴ്സുകൾ, വാല്യുബിൾ ആയിട്ടുള്ള മിക്കവാറും റിസോഴ്സുകൾ, മിക്കവാറും എന്ന് പറയുന്നത് എല്ലാമല്ല, ഭൂരിഭാഗം റിസോഴ്സുകളും അസറ്റ്സ് ആയിരിക്കും. നമുക്കൊരു ഉദാഹരണം, ഇപ്പോൾ മെഷീനറി ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഇനി ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഒരു ബിസിനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതൊക്കെയാണ് അവിടെ വാല്യുബിൾ ആയിട്ടുള്ളത്. ക്യാഷ് വാല്യുബിൾ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ക്യാഷ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും, ഇത്രയാണ് ക്യാഷ് ഉള്ളത് അല്ലെ ഇത്രയാണ് ക്യാഷ് പോയത്. അതുപോലെ തന്നെ ക്യാഷ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടാക്കി. നമ്മൾ ആ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേറെ സാധനങ്ങൾ വാങ്ങാം. ക്യാഷ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ക്യാഷ്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് അല്ലെ, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയും, ബാങ്കിലുള്ള പൈസ. ഒരു ബിസിനസ് സ്ഥാപനത്തിന് SBIയിൽ ഒരു 1 lakh ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ 1 lakh അവരെ സംബന്ധിച്ച് അത് വാല്യുബിൾ റിസോഴ്സ് ആണ്, അത് മെഷർ ചെയ്യാൻ സാധിക്കും, അത് എക്കണോമിക് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അസറ്റ്സുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുറച്ച് അസറ്റ്സിനെ പറ്റി ജസ്റ്റ് എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഷീനറി ഈസ് ആൻ അസറ്റ്. ഓക്കെ, 1-2 പറയാം. അതുപോലെ തന്നെ പ്ലാന്റ്, ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റ് ആണ് എന്താ ഇവിടെ പ്ലാന്റ്. അതുപോലെ തന്നെ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ലാൻഡ്, ഭൂമി. ഓക്കെ, അതുപോലെ തന്നെ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ബിൽഡിംഗ്, ഇതെല്ലാം അവരെ സംബന്ധിച്ച് ആസ്തിയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഫർണിച്ചർ, അതുപോലെ തന്നെ ക്യാഷ്, അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനം നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അസറ്റ്സ് ആർ the valuable resources or properties owned by the business and measured, and it can be measured in terms of money, and also and assets provide future economic benefit to the business. ഇത്തരത്തിൽ 3 സവിശേഷതയും ഉള്ള റിസോഴ്സിനെ മാത്രമേ നമുക്ക് അസറ്റ്സിന്റെ ഒരു ഗ്രൂപ്പിലേക്ക് പെടുത്താൻ പാടുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒന്നും അസറ്റ്സ് അല്ല. അത് രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടേംസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അസറ്റ്സ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ അസറ്റ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടോ, അല്ലെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ. ഓക്കെ, നേരെ അങ്ങ് പഠിക്കരുത്, സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അത് നോക്കാം. അതിനുശേഷം നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി പഠിക്കാൻ പോയാൽ മതി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്.